ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഫെബ്രുവരി 3. നാം പരദേശികൾ. നിങ്ങളോട് കൂടെ പാർക്കുന്ന പരദേശി നിങ്ങൾക്ക് സ്വദേശിയെ പോലെ ഇരിക്കണം. ലേവ്യ പുസ്തകം 19 അധ്യായം 34 വാക്യം. പുതിയ ഭാഷ, സ്കൂളുകൾ, ആചാരങ്ങൾ, ഗതാഗതം, കാലാവസ്ഥ എന്നിങ്ങനെ പുതിയ രാജ്യത്ത് അവർക്കെല്ലാം തികച്ചും വ്യത്യസ്തമായി തോന്നി. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് അവർ ചിന്തിച്ചു. പുതിയ ദേശത്ത് അവരുടെ പുതിയ ജീവിതത്തിൽ അവരെ സഹായിക്കാൻ അടുത്തുള്ള പള്ളിയിൽ നിന്നുള്ള ആളുകൾ അവർക്ക് ചുറ്റും കൂടി. എന്താണ് ലഭ്യമെന്നും സാധനങ്ങൾ എവിടെ നിന്ന് വാങ്ങാമെന്നും കാണിക്കാൻ പല്ലവി ആ ദമ്പതികളെ ഒരു പ്രാദേശിക ചന്തയിൽ ഷോപ്പിങ്ങിന് കൊണ്ടുപോയി. ചന്തയിൽ ചുറ്റിക്കറങ്ങുമ്പോൾ അവരുടെ നാട്ടിൽ നിന്നുള്ള പ്രിയപ്പെട്ട മാതള നാരങ്ങ കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ വിടർന്നു. അവർ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. അവർ മക്കളിൽ ഓരോരുത്തർക്കും ഓരോന്ന് വാങ്ങി. നന്ദി സൂചകമായി പല്ലവിയുടെ കൈകളിൽ ഒരെണ്ണം വെച്ചു. ആ ചെറിയ പഴങ്ങളും അവരുടെ പുതിയ സുഹൃത്തുക്കളും ആ അപരിചിത ഭൂമിയിൽ അവർക്ക് വലിയ ആശ്വാസം നൽകി. ദൈവം മോശയിലൂടെ തൻ്റെ ജനത്തിന് നിയമങ്ങളുടെ ഒരു പട്ടിക നൽകി. അതിൽ പരദേശികളെ നിങ്ങളുടെ സ്വദേശികളായി പരിഗണിക്കാനുള്ള കൽപ്പന ഉൾപ്പെടുന്നു. നീ അവരെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ദൈവം തുടർന്നും കൽപ്പിച്ചു. ദൈവത്തെ സ്നേഹിക്കുക എന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ കൽപ്പന എന്നാണ് യേശു ഇതിനെ വിളിച്ചത്. കാരണം ദൈവം പോലും പരദേശികളെ പരിപാലിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ജീവിതവുമായി പൊരുത്തപ്പെടാൻ പുതിയ സുഹൃത്തുക്കളെ സഹായിക്കുമ്പോൾ ദൈവത്തെ അനുസരിക്കുന്നതിനോടൊപ്പം യഥാർത്ഥത്തിൽ നമ്മളും ഭൂമിയിൽ അന്യരും പരദേശികളുമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ വരാനിരിക്കുന്ന പുതിയ സ്വർഗീയ ദേശത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷയിൽ നാം വളരുകയും ചെയ്യും. ചിന്തിക്കുക, നിങ്ങളെ ആരെ പരിപാലിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്? തൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്കും പകരാൻ നിങ്ങളെ ദൈവം ഏതെല്ലാം വിധങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം.